ഹായ് ഫ്രണ്ട്സ്, എച്ച് എസ് ഇംഗ്ലീഷ് വേൾഡിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ട്രഡീഷണൽ ഇൻഡിവിജ്വൽ ടാലൻറ്റ് എന്നുള്ള ടോപ്പിക്കാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ നിന്നും അത്യാവശ്യം ഒരു 10-15ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് എല്ലാം ഒരുവിധം ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം അതിൽ ചോദിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാനിവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. അതിന് മുൻപ് ഞാനൊരു കാര്യം പറയാണ്. നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ വേറൊരു ചാനലിൽ ലിങ്ക് ഇടുന്നുണ്ട്. അത് താല്പര്യമുള്ളവരൊന്ന് കാണുക. അതേപോലെ തന്നെ അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താല്പര്യമുള്ളവർ മാത്രം കാണുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. T.S. Eliot's criticism is called dash criticism. T.S. Eliot's criticism is called dash criticism. ആൻസർ എന്താണ്? വർക്ക്ഷോപ്പ് ക്രിറ്റിസിസം. T.S. Eliot's criticism is called dash criticism. ആൻസർ വർക്ക്ഷോപ്പ് ക്രിറ്റിസിസം. ഓർത്തിരിക്കുക കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എലിയട്ട് ബിലോങ്സ് ടു വിച്ച് സെഞ്ചുറി? എലിയട്ട് ബിലോങ്സ് ടു വിച്ച് സെഞ്ചുറി? 1919 ആണ് അതിൻ്റെ ഇയർ. ദെൻ 20th സെഞ്ചുറിയാണ് കേട്ടോ. എലിയട്ട് ബിലോങ്സ് ടു വിച്ച് സെഞ്ചുറി? 20th സെഞ്ചുറിയാണ്. അക്കോർഡിംഗ് ടു T.S. Eliot, dash cannot be inherited and can only be obtained by hard labor. According to T.S. Eliot, dash cannot be inherited and can only be obtained by hard labor. എന്താണ്? ട്രഡീഷനാണ്. അക്കോർഡിംഗ് ടു T.S. Eliot, tradition cannot be inherited and can only be obtained by hard labor ആണ് കേട്ടോ, ട്രഡീഷൻ. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, T.S. Eliot won the Nobel Prize for Literature in 1948 ആണ് ആൻസർ. ഈ നോബൽ പ്രൈസ് കിട്ടുന്നതൊക്കെ പ്രത്യേകം ഓർത്തിരിക്കുക കേട്ടോ, കാരണം അത് മിക്കതും ചോദിക്കാറുള്ളൊരു ചോദ്യമാണ് നോബൽ പ്രൈസ് കിട്ടുന്നത്. ഓക്കെ, T.S. Eliot won the Nobel Prize for Literature in 1948. T.S. Eliot won the Nobel Prize for Literature in 1948. 1948ലാണ് T.S. Eliotന് എന്ത് കിട്ടുന്നത്? നോബൽ പ്രൈസ് കിട്ടുന്നത്. ഇനി അഞ്ചാമത്തെ ചോദ്യം, the mind of a mature poet is compared by Eliot to a. എന്താണ്? The mind of a mature poet is compared by Eliot to a, അല്ലെങ്കിൽ compared to a catalyst. The mind of a mature poet compared to catalyst. Okay, the mind of a mature poet is compared by Eliot to a catalyst. ഇനി ആറാമത്തെ ചോദ്യം, for T.S. Eliot's creative process is a dash process impersonal. For T.S. Eliot, creative process is a dash process impersonal process. For T.S. Eliot, creative process is a dash process impersonal process. For T.S. Eliot, creative process is a dash process impersonal process ആണ് കേട്ടോ. അത് വളരെ പ്രധാനപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്, അതാണ് ഇത്രയും പറഞ്ഞത്. ഏഴാമത്തെ ചോദ്യം, പോയട്രി അക്കോർഡിംഗ് ടു എലിയട്ട് ഈസ് dash rather than inspiration. Poetry according to Eliot is dash rather than inspiration. ആൻസർ എന്താണ്? ഓർഗനൈസേഷൻ ആണ്, ഓർഗനൈസേഷൻ. അപ്പോൾ for T.S. Eliot, creative process is a dash process impersonal process. ഏഴാമത്തെ ചോദ്യം, poetry according to T.S. Eliot is dash rather than inspiration. ഓർഗനൈസേഷൻ. Poetry according to T.S. Eliot is dash rather than inspiration. ആൻസർ എന്താണ്? ഓർഗനൈസേഷൻ ആണ്. ഇനി എട്ടാമത്തെ ചോദ്യം, ബോത്ത് ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് ആൻഡ് ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി യൂസ്ഡ് ഇൻ ദ ബുക്ക്. ഏതിലാണ്? ആൻസർ ഹാംലെറ്റ് ആൻഡ് ഹിസ് പ്രോബ്ലംസ്. ബോത്ത് ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് ആൻഡ് ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി യൂസ്ഡ് ഇൻ ദ ബുക്ക്. ആൻസർ ഹാംലെറ്റ് ആൻഡ് ഹിസ് പ്രോബ്ലംസ്. ഒന്നും കൂടി നോക്കാം. ബോത്ത് ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് ആൻഡ് ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി യൂസ്ഡ് ഇൻ ദ ബുക്ക്. ഏത് ബുക്കിലാണ്? ഹാംലെറ്റ് ആൻഡ് ഹിസ് പ്രോബ്ലംസ്. ഹാംലെറ്റ് ആൻഡ് ഹിസ് പ്രോബ്ലംസ്. ഇനി 9th one, in the analogy of the catalyst, the poet is equated to in the analogy of the catalyst, the poet is equated
to platinum. In the analogy of the catalyst, the poet is equated to platinum. In the analogy of the catalyst, the poet is equated to platinum. In the analogy of the catalyst, the poet is equated to platinum. ഈ 10ാമത്തെ ചോദ്യം, who put forward the impersonal theory of poetry? Who put forward the impersonal theory of poetry? ആൻസർ ആരാണ്? T.S. Eliot ആണ് അല്ലേ. impersonal theory അല്ലേ, impersonal theory. Who put forward the impersonal theory of poetry? T.S. Eliot. ഇനി 11ാമത്തെ ചോദ്യം, T.S. Eliot describes the idea of tradition as the dash sense. T.S. Eliot describes the idea of tradition as the dash sense, historical sense. T.S. Eliot describes the idea of tradition as the historical sense. T.S. Eliot described the idea of tradition as the dash sense, historical sense ആണ് കേട്ടോ. ഇനി 12ാമത്തെ ചോദ്യം നോക്കാം. അക്കോർഡിംഗ് ടു എലിയറ്റ്, an artist must continually surrender himself to something which is more valuable than himself, that is എന്താണ്? അക്കോർഡിംഗ് ടു എലിയറ്റ്, an artist must continually surrender himself to something which is more valuable than himself, that is literary tradition. According to T.S. Eliot, an artist must continually surrender himself to something which is more valuable than himself, that is literary tradition. According to T.S. Eliot, an artist must continually surrender himself to something which is more valuable than himself, that is literary tradition. ഇനി 13ാമത്തെ ചോദ്യം, according to Eliot, dash and individual talent go together. Tradition and individual talent together. According to Eliot, tradition and individual talent go together. Tradition and individual talent go together. ഇനി 14ാമത്തെ ചോദ്യം, Eliot's impersonal theory relates the poem to a poet. Eliot's impersonal theory relates the poem to a poet. Eliot's impersonal theory relates the poem to a poet. ഓക്കെ, ഇനി 15ാമത്തെ ചോദ്യം നോക്കാം. The inability of a poet എന്തിനുള്ള to convert thought into feeling is termed as. The inability of a poet to convert thought into, the inability of a poet to convert the thought into feeling is termed as dissociation of sensibility. Dissociation of sensibility. The inability of a poet to convert thought into feeling is termed as dissociation of sensibility. ഇനി 16ാമത്തെ ചോദ്യം, T.S. Eliot was born in എന്താണ് 1888. നമ്മുടെ അരുവിപ്പുറം പ്രതിഷ്ഠയൊക്കെ നടക്കണില്ലേ ആ വർഷമാണ് കേട്ടോ, 1888. T.S. Eliot was born in 1888. ഓക്കെ, ഇപ്പം നോബൽ പ്രൈസ് നമ്മൾ പറഞ്ഞിരുന്നു 1948 പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ള. ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്, എങ്കിലും അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയവ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. നമ്മൾ പറഞ്ഞതുപോലെ HSSTയുടെ ഇതുപോലെയുള്ള ചില ക്ലാസ്സുകളുമായിട്ട് ഞാൻ പിന്നെയും വരുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഈ HSL ഒന്ന് ചുവട് പിടിച്ചതിന് ശേഷം പിന്നെ HSSTയുടെ അത്യാവശ്യ ക്വസ്റ്റ്യൻസ് നമുക്ക് പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്കിനി കാണാം. ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ വീഡിയോയിലുള്ള ആ ലിങ്ക് നിങ്ങളൊന്ന് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.